Hi Carrots, Jay and welcome back to my channel. Carrots 2026 ഇന്ത്യൻ നേവിയുടെ നോട്ടിഫിക്കേഷൻ ആൾറെഡി വന്നു കഴിഞ്ഞ് ഫോം ഫില്ലിംഗ് കംപ്ലീറ്റ് ആയി എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്ന May 3rd വീക്കോടാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ നേവി ആൻഡ് മെർച്ചൻ്റ് നേവിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾ മെർച്ചൻ്റ് നേവിയിലേക്ക് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും ഇന്ത്യൻ നേവിയിലേക്ക് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സെപ്പറേറ്റ് വീഡിയോ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഡിഫറൻസ് ആണ്. ഫുൾ കാണുക, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളും ഇന്ത്യൻ നേവി അല്ലെങ്കിൽ മെർച്ചൻ്റ് നേവിയിൽ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാലറി എത്രയാണ്, ഏതാണ് ഏറ്റവും ബെസ്റ്റ് ജോബ്, എന്താണ് ഇവരുടെ ടാസ്ക്, ഏത് ഫോഴ്സിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ വരുന്നത്, ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യണമെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ് സൈഡ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്ന വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരളസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. 2026 നേവി SSR MR മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ അവസാനം ഒന്നുകൂടി ഞാൻ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിനെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നോക്കൂ കുട്ടികളെ, ഇന്ത്യൻ നേവി അതേപോലെ തന്നെ മെർച്ചൻ്റ് നേവി ഏതിൽ ചേരണം, ഏതാണ് നല്ലത്, എല്ലാ വിവരങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായ ഒരു കേഡറ്റ് ഉണ്ടെങ്കിൽ ഏതൊക്കെ ഓപ്ഷനാണുള്ളത്, +2 പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിൽ ഏതൊക്കെ ഓപ്ഷനാണുള്ളത്, ഗ്രാജുവേഷനുള്ള കേഡറ്റ് ആണെങ്കിലും +2 പാസ്സായ കേഡറ്റ് ആണെങ്കിലും ഇന്ത്യൻ നേവിയിൽ എങ്ങനെ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാം എന്നീ കാര്യങ്ങളെല്ലാമാണ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, ഹൗ ടു ജോയിൻ ഇന്ത്യൻ നേവി. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് 10ാം ക്ലാസ് പാസ്സായ കേഡറ്റ്സിൻ്റെ അപ്ഡേറ്റ്സ്. നോക്കൂ, നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായ ഒരു മെയിൽ കേഡറ്റ് ആണെങ്കിലും ഫീമെയിൽ കേഡറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് നേവി MR എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ നേവിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. യൂണിഫോം ജോബാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ പോസ്റ്റിലേക്കായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് +2 പാസ്സായ കേഡറ്റ്സിൻ്റെയൊക്കെ അപ്ഡേറ്റ് നോക്കാം. നിങ്ങളൊരു +2 പാസ്സായ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ നേവി SSR എന്നൊരു ട്രേഡിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതൊരു ടെക്നിക്കൽ പോസ്റ്റാണ്. ഇവിടെ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ഷെഫ്, സ്റ്റീവാർഡ്, ഹൈജീനിസ്റ്റ് ഇതൊക്കെയാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ പോസ്റ്റാണ് നേവി SSR എന്ന് പറയുന്നത്. ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും മെയിൻ വർക്ക് വരാൻ പോകുന്ന ഷിപ്പിൽ തന്നെയാണ്, SSR ആണെങ്കിലും MR ആണെങ്കിലും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലോ, ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായാലും മതി, +2 പാസ്സായാലും നിങ്ങൾക്ക് പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ട്രേഡ് ഡിഫറൻ്റ് ആയിരിക്കും. അവിടെ പോയി ചെയ്യേണ്ട വർക്ക് ഡിഫറൻ്റ് ആയിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് ഓഫീസേഴ്സ് എൻട്രി നോക്കാം. നോക്കൂ കുട്ടികളെ, ഓഫീസേഴ്സ് എൻട്രി നിങ്ങൾക്ക് NDA ത്രൂ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നേവിയിലേക്ക്. CDS ത്രൂ നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഡയറക്റ്റ് എൻട്രി ത്രൂ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ടെക്നിക്കലായിട്ട് ഏതെങ്കിലും കോഴ്സ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ ഓഫീസർ ആകാൻ ചാൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയുടെ അപ്ഡേറ്റ് മനസ്സിലായിട്ടുണ്ട്. 2026 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നേവി SSRൻ്റെയും MRൻ്റെയും MAയുടെയും നോട്ടിഫിക്കേഷൻ ആൾറെഡി വന്നു കഴിഞ്ഞു. MA എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അസിസ്റ്റൻറ്റ് കേട്ടോ. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആൾറെഡി വന്നിട്ടുണ്ട്. അതായത് ബയോളജി പഠിച്ച കേഡറ്റിന് മാത്രമേ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ട്രേഡാണുള്ളത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെർച്ചൻ്റ് നേവിയുടെ അപ്ഡേറ്റ് നോക്കാം. നിങ്ങൾ +2 പഠിച്ച ഒരു കേഡറ്റ് ആണെങ്കിലും +2ൽ PCM എടുത്ത് പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് മെർച്ചൻ്റ് നേവിയിലേക്ക് തയ്യാറെടുക്കാവുന്നതാണ്. IMU CET എൻട്രൻസ് എക്സാം ത്രൂ നിങ്ങൾക്ക് മെർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 2026 ഏപ്രിൽ ലാസ്റ്റ് വീക്കോടെ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫയൽ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് മെർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് കൂടി നോക്കാം. പ്രധാന ടാസ്ക് എന്താണ്? നോക്കൂ കുട്ടികളെ, ഇന്ത്യൻ നേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു സൈനിക ഡിപ്പാർട്ട്മെൻറ്റാണ്. കടൽ വഴിയുള്ള ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ് ഇവരുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. യുദ്ധം, അതേപോലെ തന്നെ സുരക്ഷാ പരിശോധനകൾ, കടൽക്കൊള്ള തടയൽ തുടങ്ങിയവയെല്ലാം തന്നെ ഇന്ത്യൻ നേവിയുടെ പ്രൈമറി ടാസ്ക്കാണ്. മെർച്ചൻ്റ് നേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു വാണിജ്യ മേഖലയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചരക്കുകൾ കപ്പൽ വഴി എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ മെയിൻ ടാസ്ക്. ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുമായി നല്ലപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ ടാസ്ക് മനസ്സിലായിട്ടുണ്ട്, എങ്ങനെ ജോയിൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ടതാണ്
കൺട്രോൾ, അതായത് ഇന്ത്യൻ നേവി ഏത് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ് വരുന്നത്, അതേപോലെ തന്നെ മെർച്ചന്റ് നേവി ഏത് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ് വരുന്നത്. ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് ഡിഫൻസ് ഓഫ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്. സെക്കൻഡ്, മെർച്ചന്റ് നേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്വകാര്യ കമ്പനികളോ ഗവൺമെന്റ് കമ്പനികളോ ആണിത് നിയന്ത്രിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഇത് വരുന്നത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് നേച്ചർ ഓഫ് വർക്ക്. ഇന്ത്യൻ നേവിയുടെ കാര്യം പറഞ്ഞാൽ യൂണിഫോം കമ്പൽസറി ആണ്. യൂണിഫോമിലാണ് എല്ലാ വർക്കും നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അതിപ്പോൾ യുദ്ധത്തിന് പോവുകയാണെങ്കിലും ഷിപ്പിൽ ഏതെങ്കിലും ടാസ്ക് ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും യൂണിഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെർച്ചൻ്റ് നേവിയുടെ കാര്യം പറഞ്ഞാൽ യൂണിഫോം ഉണ്ട്, എന്നാൽ ഒരു കൊമേഴ്ഷ്യൽ ഷിപ്പിലെ നിയമങ്ങളാണുള്ളത്. അതായത് ആ ഒരു ഷിപ്പിൽ ഏതൊക്കെ റൂളാണുള്ളത് അങ്ങനെയാണ് അവരവിടെ വർക്ക് ചെയ്തു പോകുന്നത്, അതേപോലെ തന്നെ റൂൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. പക്ഷേ ഇന്ത്യൻ നേവിയുടെ കാര്യത്തിൽ അങ്ങനല്ല, ഒരൊറ്റ റൂളാണ്, അത് എവിടെയാണെങ്കിലും അത് ബാധകമാണ്. അതാണ് ഡിസിപ്ലിൻ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൈവറ്റ് ഷിപ്പിൽ വരുമ്പോൾ വർക്കിൻ്റെ സ്റ്റൈലും നേച്ചറും മാറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നേച്ചർ ഓഫ് വർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് സാലറി. ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമാണ്. മെർച്ചൻ്റ് നേവിയുടെ കാര്യം പറഞ്ഞാൽ സാലറി വളരെ ഹൈ ആണ്, പക്ഷേ ജോലിയുള്ള സമയത്ത് മാത്രമേ സാധാരണയായിട്ട് ശമ്പളം ലഭിക്കാറുള്ളൂ. ഈ ഒരു സാലറിയുടെ കാര്യം കൊണ്ടാണ് മിക്ക കുട്ടികളും മെർച്ചൻ്റ് നേവി ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെയും ഡ്രീം ഏതാണ്? നിങ്ങൾ ചൂസ് ചെയ്യണം, മെർച്ചൻ്റ് നേവി ആണോ അതോ ഇന്ത്യൻ നേവി ആണോ? പിന്നെ മെർച്ചൻ്റ് നേവിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒത്തിരി അടുത്ത് സഞ്ചരിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അതായത് പലയിടങ്ങളിൽ പല കമ്പനികളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യൻ നേവിയിലാകുമ്പോൾ നമുക്ക് അങ്ങനെ ഓവറോൾ നമുക്കൊരു മൂവ്മെൻറ്റ് നടക്കത്തില്ല. കുറച്ച് പർട്ടിക്കുലർ പ്ലേസുകളുണ്ട്, അവിടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ടാണ് മൂവ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് സാലറിയുടെ കാര്യവും മനസ്സിലായി. മെർച്ചൻ്റ് നേവിയിൽ സാലറി വളരെ ഹൈ ആണ് ഇന്ത്യൻ നേവിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി നെക്സ്റ്റ് ആണ് ലീവിൻ്റെ കാര്യം പറഞ്ഞാൽ വർഷത്തിൽ ഇത്ര ഫിക്സഡ് ഡേയ്സ് എന്ന് ഇന്ത്യൻ നേവിക്കുണ്ട്. അതിപ്പോൾ അഗ്നിവീർ ആണെന്നുണ്ടെങ്കിൽ 30, 35, 40, 60, 90 അതേ രീതിയിലാണ്. പിന്നെ പെർമനൻ്റ് ആയതിനു ശേഷം ഒരു ഫിക്സഡ് ഡേയ്സ് ഉണ്ട്, അത് ഇന്ത്യൻ നേവിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? മെർച്ചൻ്റ് നേവി കരാർ അടിസ്ഥാനത്തിലാണ് ജോലി. 6 മാസം ജോലി, 2 മാസം അവധി എന്ന രീതിയിലാണ്. ഇവിടെ ഒരു വർഷമാണെന്നുണ്ടെങ്കിൽ 90 ഡേയ്സ്, ഇപ്പം അഗ്നിവീർ ആണെന്നുണ്ടെങ്കിൽ 30, 45, 60 എന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലീവിൻ്റെ കാര്യവും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യണം. അതായത് ഒരു രാജ്യസുരക്ഷയും ഒരു യൂണിഫോം ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ലോകം മുഴുവൻ കറങ്ങാനും കൂടുതൽ സാലറിയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മെർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ നേവിയുടെയും മെർച്ചൻ്റ് നേവിയുടെയും ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇനിയും ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, കാരണം വീഡിയോ നല്ല ലെങ്തി ആയി പോകും. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ കുട്ടികളെ 2026 ഇന്ത്യൻ നേവിയുടെ SSR, MR, MAയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ലഭിക്കും. സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. SSRൻ്റെ ഫീസ് 4000, MR 2500, MA 4000 ആണ്. ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. എക്സാം മെയ് 3rd വീക്കോടാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഫൈനലി കുട്ടികളെ, ആന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യണം. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ സ്റ്റേജ് 1 ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് 2 ഫിസിക്കൽ ട്രെയിനിങ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ചാൻസ് മിസ് ചെയ്യരുത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. വേക്കൻസി 8000+ വന്നിട്ടുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാ കുട്ടികൾക്കും ലഭിച്ചിരിക്കുന്നത്. ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി, 2 സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റഡ് വീഡിയോസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.